എൻ്റെ കയ്യിലിരിക്കുന്ന ഈ പൈസയ്ക്ക് വെറും പേപ്പറിന്റെ വാല്യൂ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? പക്ഷെ നമ്മളെ സൊസൈറ്റിയും നമ്മുടെ പാരൻസും എല്ലാം പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത് പൈസ ഉണ്ടാക്കുക, അത് സേവ് ചെയ്യുക. എങ്ങനെയാണ് നമ്മൾ സേവ് ചെയ്യുന്നത്? ബാങ്ക് അക്കൗണ്ടിൽ കൊണ്ടുവന്ന് ഡിപ്പോസിറ്റ് ചെയ്യും. അതിന് നമുക്ക് 4%, 5% ഇൻട്രസ്റ്റ് കിട്ടും. ഒക്കെ ഈ ഒരു രീതിയിലാണ് നമ്മുടെ സേവിങ്സ് മെന്റാലിറ്റി നമ്മുടെ പാരൻസ് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് മെയിൻ ആയിട്ടുള്ള ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പേപ്പറിന്റെ വാല്യൂ ഉള്ള ഒരു സാധനത്തിന് ഓവർ ദ പീരീഡ് ഓഫ് ടൈമിൽ ഇത് എന്ത് വാല്യൂ ആണ് കൂടാനുള്ളത്? ഇതിന് ഇൻഫ്ലേഷൻ വന്ന് നമ്മുടെ പൈസയുടെ വാല്യൂ പോയി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് റിയൽ അസറ്റ്സ് എന്താണ്, റിയൽ മണി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ പേപ്പർ കറൻസി ആണോ അതോ റിയൽ കറൻസി ആയിട്ടുള്ള ഗോൾഡ്, സിൽവർ, അതേപോലെ തന്നെ ലാൻഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ ബേസിക് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താണ് കറൻസി എന്ന് നമ്മൾ പഠിക്കണം. അപ്പോൾ ഈ കറൻസി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ആരാണ് ഉണ്ടാക്കുന്നത്, ഇതിനെ ആരാണ് കൺട്രോൾ ചെയ്യുന്നത്? അപ്പോൾ ഇതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി വന്നു കഴിയുമ്പോൾ തന്നെ നമുക്ക് എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, എങ്ങനെയായിരിക്കണം ലോകക്രമം മാറാൻ പോകുന്നത്, ഇതിനെക്കുറിച്ചൊക്കെ ഉള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. അപ്പോൾ എൻ്റെ ലിമിറ്റഡ് ആയിട്ടുള്ള നോളജിൽ നിന്ന് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പൈസയുടെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത്, രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് ഗ്ലോബൽ കറൻസി ആയിട്ട് US$ വരുന്നത്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്ന് ലോകത്ത് ഏറ്റവും ഗോൾഡ് റിസർവ് ഉണ്ടായിരുന്നത് US-ന്റെ കയ്യിലാണ്. അത് മാത്രമല്ല, ബാക്കി എല്ലാ രാഷ്ട്രങ്ങളും നശിച്ചു പോയ സമയത്ത് US മാത്രമാണ് ഫിനാൻഷ്യലി സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിന്നത്. അപ്പോൾ അവരൊരു പ്രൊപ്പോസൽ മുന്നോട്ട് വയ്ക്കുകയും ഗ്ലോബൽ റിസർവ് കറൻസി ആയിട്ട് ഡോളറിനെ കൊണ്ടുവരികയും ആ ഡോളറിനെ അവർ ഗോൾഡുമായിട്ട് ബാക്കപ്പ് ചെയ്യുകയുണ്ടായി. 1944 ശേഷമാണ് ഇത് നടക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള കൺട്രീസ് എല്ലാം ഇന്റർനാഷണൽ ട്രേഡിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഡോളർ വാങ്ങണം. ആ ഡോളർ വെച്ചിട്ട് നമുക്ക് ഇന്റർനാഷണലി ഏത് കൺട്രിയിൽ നിന്നും നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ സമയത്ത് ഡോളറിനെ ബാക്കപ്പ് ചെയ്തിരുന്നത് ഗോൾഡ് ആണ്. വിച്ച് മീൻസ് നമുക്ക് എപ്പോഴാണോ ഡോളർ അമേരിക്കയ്ക്ക് തിരിച്ചു കൊടുക്കുന്നത്, ആ സമയത്ത് അമേരിക്ക അതിന് ഇക്വലന്റ് ആയിട്ടുള്ള ഗോൾഡ് തരണം എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള റൂള്. അപ്പോൾ കൺട്രീസ്, എല്ലാ രാജ്യങ്ങളും അതിനോട് അക്സെപ്റ്റ് ചെയ്തു. ഗ്രാജുവലി 1971 എത്തിയ സമയത്ത് ഇവർ ഒരുപാട് ഡോളർ ഇങ്ങനെ പ്രിന്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതിനനുസരിച്ചുള്ള ഗോൾഡോ റിസർവോ US-ന്റെ കയ്യിലില്ലാതെ വന്നു. അപ്പോൾ കൺട്രീസ് ലൈക്ക് ജർമ്മനി, ഫ്രാൻസ്, അവരിത് മനസ്സിലാക്കിയും US-നോട് അവരോട് പറഞ്ഞു, നിങ്ങളുടെ ഡോളർ നിങ്ങൾ പിടിച്ചോ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഗോൾഡ് തന്നേരെ എന്നുള്ള ഒരു അജണ്ട അവർ മുന്നോട്ട് വയ്ക്കുകയും ഗ്രാജുവലി US-ന് അതിന് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിലേക്ക് വന്നു. ഗ്രാജുവലി ആരും അറിയാതെ അവരൊരു നിയമം പാസ്സാക്കുകയും 1974 തോന്നുന്നു അവർ ഗോൾഡിന്റെ ബാക്കപ്പ്, ഡോളറിനെ പിന്താങ്ങിയിരുന്ന ഗോൾഡിന്റെ ബാക്കപ്പ് അവരെടുത്ത് മാറ്റുകയും അതിന് പീപ്പിൾ ട്രസ്റ്റ് എന്ന് പറയും, ഫിയറ്റ് കറൻസി ആക്കി ഡോളറിനെ കൺവേർട്ട് ചെയ്തു. അപ്പോഴും ലോകം ഈ ഡോളറിനെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഓയിൽ വാങ്ങണമെങ്കിലും ബാക്കിയുള്ള എന്ത് സാധനങ്ങൾ വേൾഡിൽ ഇന്റർനാഷണൽ ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡോളറിന്റെ ആവശ്യമുണ്ടായിരുന്നു. അപ്പൊ അത് മാത്രമല്ല, ആ സമയത്ത് ഏറ്റവും കൂടുതൽ ലോകത്തിന് ആവശ്യം എനർജി ആയിരുന്നു. അപ്പോൾ എനർജി ഉണ്ടാക്കിയിരുന്ന രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒപ്പക് രാജ്യങ്ങൾ അല്ലെങ്കിൽ സൗദി അറേബ്യ പോലുള്ള കുഞ്ഞു കുഞ്ഞു രാജ്യങ്ങളാണ്. അപ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള മിലിറ്ററി സപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതിരുന്ന സിറ്റുവേഷനിൽ അമേരിക്ക അവരെ അപ്രോച്ച് ചെയ്യുകയും അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകത്തിന് ഓയിൽ കൊടുക്കേണ്ടത് ഡോളറിലായിരിക്കണം, നിങ്ങൾക്ക് പകരമായിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു തരാം, നിങ്ങൾക്ക് മിലിറ്ററി സപ്പോർട്ടും ബാക്കിയുള്ള കാര്യങ്ങളും നിങ്ങളെ വേറൊരു രാജ്യങ്ങളും ആക്രമിക്കാത്ത രീതിയിൽ ഞങ്ങൾ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്തോളാം എന്ന് പറഞ്ഞ ഒരു ട്രേഡ്, പെട്രോ ഓയിൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോൺട്രാക്ട് ഉണ്ടാക്കിയും അത് ത്രൂ അവരെന്താക്കി, ഇനി സൗദി അറേബ്യ വേറെ ഏത് രാജ്യങ്ങൾക്കും ഓയിൽ സപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ ഡോളറിലെ വിൽക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇന്ത്യക്ക് ഓയിൽ ആവശ്യമാണ്. നമ്മൾ എന്ത് ചെയ്യണം? US-ന്റെ കയ്യിൽ നിന്ന് ഈ ഡോളർ വാങ്ങിയിട്ട് ശേഷം മാത്രമേ നമുക്ക് ഈ ഓയിൽ സൗദി അറേബ്യയുടെ കയ്യിൽ നിന്ന് വാങ്ങാൻ പറ്റൂ. അപ്പോൾ അമേരിക്കയ്ക്കുള്ള ഒരു പ്രിവിലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലോകത്തിൽ പേപ്പർ കറൻസി അച്ചടിച്ചിറക്കി ലോകത്തിന് സപ്ലൈ ചെയ്യാനുള്ള ഒരു പ്രിവിലേജ് അവർക്ക് കിട്ടി. അപ്പോൾ അതിന് വേറെ ഗോൾഡിന്റെ ബാക്കപ്പ് ഇല്ല, വേറെ ഒരു ട്രസ്റ്റും ഇല്ലാത്ത രീതിയിലേക്ക്. അപ്പോൾ ഏതൊരു കൺട്രിക്കും അവരുടെ പ്രൊഡക്റ്റ് ഇമ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡോളറിലാണ് ട്രേഡ് നടക്കുന്നത്. അതേപോലെ തന്നെ വേൾഡ് ബാങ്ക് കടം കൊടുക്കുന്നത്, കടത്തിന്റെ തിരിച്ചടവ്, അപ്പൊ ഇങ്ങനെ ഒരുപാട് രീതിയിലേക്ക് ഈ ഡോളറിന്റെ ട്രേഡ് അവര് മുന്നോട്ട് വെച്ചിരുന്നു. അപ്പോൾ ഇവിടെയാണ് അതിന്റെ ട്രാപ്പ് എന്ന് പറയുന്നത്. ഇപ്പൊ US-നെ നിങ്ങൾക്ക് നോക്കിയറിയാം, അവരുടെ ലൈഫ് സ്റ്റൈൽ ആയിക്കോട്ടെ, അവരുടെ മിലിറ്ററി ആവശ്യങ്ങൾക്കായിക്കോട്ടെ, അവർക്ക് എന്ത് സാധനം വാങ്ങണമെന്നുണ്ടെങ്കിലും ഈ ഡോളർ അവർക്ക് പ്രിന്റ് ചെയ്യാനുള്ള പ്രിവിലേജ് ഉണ്ട്. അതിന് വേറൊരു ബാക്കപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഈ ഇങ്ങനെ നോർമലി പ്രിന്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സിംബാബ്വെ പോലുള്ള ഒരുപാട് രാജ്യങ്ങൾ അറിയാം, ഇങ്ങനെ കറൻസി പ്രിന്റ് ചെയ്തിട്ട് അതിന്റെ വാല്യൂ ഇല്ലാതെ ആ രാജ്യങ്ങൾ നശിച്ചു പോയിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ട് അമേരിക്കയ്ക്ക് ഇത് സംഭവിക്കുന്നില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ പ്രിന്റ് ചെയ്യുന്ന കറൻസി
ഗ്ലോബലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ്. കാരണം ഇന്ത്യ വാങ്ങുന്നു, ചൈന വാങ്ങുന്നു, റഷ്യ വാങ്ങുന്നു, എല്ലാവർക്കും ഗ്ലോബലി ട്രേഡ് നടത്താൻ വേണ്ടിയിട്ട് ഈ US ഡോളർ ആവശ്യമായതുകൊണ്ട് തന്നെ അവർ പ്രിന്റ് ചെയ്യുന്ന കറൻസി വേൾഡിലേക്കാണ് അതിൻ്റെ ഇൻഫ്ലേഷൻ എഫക്ട് ചെയ്യുന്നത്. കാരണം നമ്മൾ കൂടുതലും ഡോളറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വിലക്കയറ്റം കൂടുകയും ഇതിനെ ഗ്രാജുവലി നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലേക്ക്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇടുന്ന ബാങ്കിലെ പൈസയ്ക്ക് നാളെ വാല്യൂ ഇല്ല. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം, ഒരു പവൻ സ്വർണം കഴിഞ്ഞ വർഷം 50,000 രൂപയ്ക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഇന്ന് 1,00,000 രൂപയാണ്. അപ്പൊ അതിന് ഫോർ എക്സാമ്പിൾ ഇത്രയേ ഉള്ളൂ, നിങ്ങൾ 50,000 രൂപ ബാങ്കിൽ കൊണ്ടിട്ടു. ഇപ്പോൾ ആ 50,000 രൂപ എടുത്തിട്ട് ഒരു പവൻ സ്വർണത്തിന് ചെല്ലുന്ന സമയത്ത് നിങ്ങൾക്ക് 1 പവൻ സ്വർണം കിട്ടില്ല, 1/2 പവൻ സ്വർണ്ണമാണ് കിട്ടുള്ളൂ. ഇറ്റ്സ് കോൾഡ് ഇൻഫ്ലേഷൻ. നിങ്ങളുടെ പൈസയുടെ വാല്യൂ ഓവർ ദ പീരീഡ് ഓഫ് ഇയർ കുറഞ്ഞു വരും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ നിങ്ങൾ പൈസ സേവ് ചെയ്തു, പക്ഷെ നിങ്ങൾ പൈസ സേവ് ചെയ്യുന്ന ഫോർമാറ്റ് തെറ്റാണ്. അത് നിങ്ങൾക്ക് ഒരിക്കലും ഒരു 9 to 5 വർക്ക് ചെയ്യുന്ന സമയത്ത് മനസ്സിലാകില്ല. കാരണം ഞാനത് പലപ്പോഴും എൻ്റെ വീഡിയോയിൽ ഞാൻ ഈ 9 to 5 ജോബിനെ കുറിച്ചും അതേപോലെ തന്നെ പൈസയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മണി ക്യാൻ മേക്ക് മോർ മണി. നമ്മൾ പൈസയ്ക്ക് മാത്രമാണ് കൂടുതൽ പൈസ ഉണ്ടാക്കാൻ പറ്റുക. നിങ്ങൾക്ക് എത്രത്തോളം പൈസ ഉണ്ടോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വേറെ ആളുകൾ വർക്ക് ചെയ്ത് കൊടുക്കും. അപ്പോൾ നിങ്ങൾ അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അസറ്റ് എന്ന് പറയുമ്പോൾ അപ്പോൾ എന്താണെന്ന് നിങ്ങൾക്ക് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. അസറ്റ് ആൻഡ് ലയബിലിറ്റി. നിങ്ങളൊരു കാർ വാങ്ങുകയാണെങ്കിൽ, നിങ്ങൾ ജോലി ചെയ്തു കുറച്ച് പൈസ ഉണ്ടാക്കി നിങ്ങളൊരു കാർ വാങ്ങുക എന്നുണ്ടെങ്കിൽ മേ ബി ദാറ്റ് ഇറ്റ്സ് എ ലയബിലിറ്റി. കാറോ വീടോ, ഇപ്പം നമ്മൾ ട്രഡീഷണൽ ആയിട്ട് പറഞ്ഞേക്കുന്ന അസറ്റ്സുകൾ ഇതൊക്കെയാണ്. കാർ വാങ്ങും, വീട് വാങ്ങും. ബട്ട് അത് നമ്മുടെ പോക്കറ്റിൽ കിടക്കുന്ന പൈസ, പെട്രോൾ അടിക്കാൻ വേണം, വണ്ടി സർവീസ് ചെയ്യാൻ വേണം, പിന്നെ നമ്മുടെ പോക്കറ്റിൽ കിടക്കുന്ന പൈസ നമ്മുടെ പോക്കറ്റിൽ നിന്ന് എടുക്കുകയാണ്. അതേപോലെ തന്നെ വീട് വെക്കുമ്പോൾ പെയിന്റ് അടിക്കണം, മെയിൻ്റെനൻസ്, കറണ്ട് ബില്ല്, അതും ഒരു ലയബിലിറ്റിയാണ്. നമ്മുടെ പോക്കറ്റിൽ നിന്ന് പൈസ എപ്പോഴൊക്കെ നമുക്ക് പുറത്തേക്ക് പോകുന്നു, ഇറ്റ്സ് കോൾഡ് ലയബിലിറ്റി. അപ്പോൾ പൈസ എന്ത് ചെയ്യും? നമ്മൾ സ്റ്റോക്ക് വാങ്ങിച്ചു, അല്ലെങ്കിൽ ഗോൾഡ് വാങ്ങിച്ചു, അല്ലെങ്കിൽ ബിറ്റ് കോയിൻ വാങ്ങിച്ചു, ലാൻഡ് വാങ്ങിച്ചു. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്ന കൃഷിയിൽ നിന്നുള്ള വരുമാനം, അല്ലെങ്കിൽ ഗോൾഡിന്റെ പ്രൈസ് കൂടുമ്പോൾ നമുക്ക് വിൽക്കുമ്പോൾ കിട്ടുന്ന പൈസ, സ്റ്റോക്കിൽ നിന്നുള്ള ഡിവിഡൻഡ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അസറ്റ് എന്ന് പറയാം. അല്ലെങ്കിൽ നമ്മൾ വീട് വാങ്ങിച്ച് ട്രെൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് വരുന്ന വരുമാനം, ഇതിനെയൊക്കെ നമുക്ക് അസറ്റ് എന്ന് പറയാം. അപ്പോൾ അതാണ് റിയൽ വെൽത്ത്. നിങ്ങൾക്ക് ശരിക്കും പൈസ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് അസറ്റ് ഓൺ ചെയ്തിരിക്കണം. ശരിക്കും ഇതേപോലുള്ള അസറ്റ് പ്ലസ് നിങ്ങൾക്ക് ക്യാഷ് ഫ്ലോ ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും ബിസിനസ്സോ സർവീസസോ നിങ്ങൾ എന്തെങ്കിലും ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ, വീടുകൾ റെന്റ് ഔട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ക്യാഷ് ഫ്ലോ ഇങ്ങനെ മന്ത്ലി വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ ചെയ്യുന്ന ജോലി അല്ലാതെ തന്നെ നിങ്ങൾക്ക് ക്യാഷ് ഫ്ലോ വന്നുകൊണ്ടിരിക്കും. ആൻഡ് പ്ലസ് ഹാർഡ് മണി എന്താണെന്നല്ലേ? ബിറ്റ് കോയിൻ അല്ലെങ്കിൽ ഗോൾഡ്, സിൽവർ, ഈ പറഞ്ഞ കാര്യങ്ങളിലും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് റിയൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് പറയാണ്. ഞാൻ നിങ്ങളെപ്പോലെ തന്നെ നാട്ടിൽ കുറേ വർഷങ്ങൾ ജോലി ചെയ്തു, അബ്രോഡ് പോയി ജോലി ചെയ്തു. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ പോക്കറ്റ് കാലിയാണ്. ആൻഡ് ബാങ്ക് അക്കൗണ്ട് നോക്കുമ്പോഴും അതിലും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. 5-6 ലക്ഷം രൂപ അക്കൗണ്ടിൽ കിടന്നാലും അതിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്ന തുച്ഛമായിട്ടുള്ള ഇൻട്രസ്റ്റ് മാത്രമേ നമുക്ക് ബാക്കിയായിട്ടുള്ളൂ. വെൻ ഐ സ്റ്റാർട്ട് ഇൻവെസ്റ്റിംഗ് മണി ഇൻ ദ ലാൻഡ്, ഗോൾഡ്, അല്ലെങ്കിൽ സ്റ്റോക്സ്, അല്ലെങ്കിൽ ഈ പറഞ്ഞതിൻ്റെ അകത്തേക്ക് നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു കോമ്പൗണ്ടിങ് മനസ്സിലായത്. നമ്മൾ ഓരോ വർഷവും, ഫോർ എക്സാമ്പിൾ, അതിന് നിങ്ങൾ മെയിനായിട്ട് യൂസ് ചെയ്യേണ്ടത്, ഞാൻ പറഞ്ഞു എന്താണ് പൈസ എങ്ങനെയാണ് ക്രിയേറ്റ് ആകുന്നത്. പൈസ ഈസ് ഡെബിറ്റ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഒരാൾ ഒരു ലോൺ എടുക്കുന്ന സമയത്ത് മാത്രമാണ് ഈ പൈസ ക്രിയേറ്റ് ആകുന്നത്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏതൊരു കൊമേഴ്ഷ്യൽ ബാങ്കും നിങ്ങളുടെ പ്രോപ്പർട്ടി ആയിക്കോട്ടെ, നിങ്ങളുടെ പേഴ്സണൽ ട്രസ്റ്റിന് ബേസ് ചെയ്തിട്ട് ആ ലോൺ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ദേ എൻ്റർ ദ നമ്പേഴ്സ് ഇൻ ദ ലെഡ്ജർ. ആ ലെഡ്ജറിൻ്റെ അകത്ത് നിങ്ങളുടെ നമ്പർ എൻട്രി ചെയ്യുമ്പോൾ തന്നെ മണി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അത് നിങ്ങൾ ആ ലോൺ തിരിച്ചടയ്ക്കുന്നതോടെ തന്നെ ആ മണി ഡിസ്ട്രോയ് ചെയ്യപ്പെടും. ഇതാണ് ബേസിക് കൺസെപ്റ്റ് ആയിട്ട് വരുന്നത്. പീപ്പിൾ ട്രസ്റ്റിന്റെ ബേസ് ചെയ്തിട്ടാണ് ഇന്ന് പൈസ പ്രിന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മണി യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ടേക്ക് ലോൺ. നമ്മളെ പലരും പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ ലോൺ എടുക്കരുത്, നിങ്ങൾക്ക് ലോൺ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഫിനാൻഷ്യലി ട്രാപ്ഡ് ആകും അങ്ങനെയൊക്കെ. പക്ഷേ അത് ഒരു പരിധി വരെ ശരിയാണ്. എന്താണ്, നിങ്ങൾക്ക് ഗുഡ് അസറ്റ്സും ബാഡ് അസറ്റ്സും മനസ്സിലാക്കാൻ പറ്റണം. ഇപ്പോൾ ഒരു ലോൺ എടുത്ത് കാർ വാങ്ങുന്നോ ലോൺ എടുത്ത് ഫോൺ വാങ്ങുന്നോ ഒന്നും ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അത് ഗ്രാജുവലി നിങ്ങളെ കടത്തിലേക്ക് കൊണ്ടെത്തിക്കും. പക്ഷെ നിങ്ങൾ ലോൺ എടുത്തോ, ഫോർ എക്സാമ്പിൾ 8% ഇൻട്രസ്റ്റിൽ നിങ്ങൾ ലോൺ എടുത്തിട്ട് നിങ്ങൾക്ക് 14% ഇൻട്രസ്റ്റ് തരുന്ന ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തു, നിങ്ങൾക്ക് ഒരു SIP-യിൽ ഇൻവെസ്റ്റ് ചെയ്തു, ഗ്രാജുവലി ദാറ്റ് മണി ഈസ് മേക്ക് മണി. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു 50 ലക്ഷം ലോൺ എടുത്തു,
ഓക്കെ, നോർമലി നിങ്ങളൊരു ജോലി ചെയ്യുവാണെങ്കിൽ എത്ര വർഷം പണിയെടുത്താലും നിങ്ങൾക്ക് ആ പൈസ ഉണ്ടാക്കാൻ പറ്റുക. സോ നിങ്ങൾക്ക് ലോൺ എടുത്ത് ആ പൈസനെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് വി ക്യാൻ ജനറേറ്റ് മോർ മണി. അപ്പോൾ ഇതൊരു സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിൽ നിന്ന് പുറത്തു വരുന്ന കുറച്ച് പേർ മാത്രമേ ഉള്ളൂ. അവർ ലൈഫിൽ സക്സസ് ആവും. അത് നിങ്ങൾക്ക് നോക്കി അറിയാം. വേൾഡിൽ 3% ആളുകൾ വളരെ ടോപ്പിൽ നിൽക്കുമ്പോഴും ബാക്കിയുള്ള ആളുകൾ ഇവർക്ക് വേണ്ടി പണിയെടുക്കുകയാണ്. നിങ്ങൾ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്ന സമയത്ത്, അല്ലെ ഓണം ആയിക്കോട്ടെ, വിഷു ആയിക്കോട്ടെ, നിങ്ങൾ ഷോപ്പിൽ പോയി പല സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്ന സമയത്ത് അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വിൽക്കുന്ന തിരക്കിലായിരിക്കും. നിങ്ങൾക്ക് ആ സാധനം വിൽക്കുന്നു, അവർ പൈസ പോക്കറ്റിലാക്കുന്നു. സെയിം, ഒരു ഡിഫറൻസും ഇല്ല. സോ ആ ടോപ്പ് 3%ലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ദ മൈൻഡ് സെറ്റ് ഈസ് ദ വൺ തിങ്, ദെൻ അണ്ടർസ്റ്റാൻഡിങ് ഫിനാൻഷ്യൽ ഈസ് ദ സെക്കൻഡ് തിങ്. അപ്പോൾ ഈ ടോപ്പ് 3%ൽ എത്തുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. അതിന് മെയിനായിട്ട് പൈസ, ബാക്കിയുള്ള കാര്യങ്ങളിലുപരി മൈൻഡ് സെറ്റാണ്. നമുക്ക് എങ്ങനെ ബാക്കിയുള്ളവരിൽ നിന്ന് ഡിഫറെൻ്റ് ആകുന്നു എന്നതിലുപരി നിങ്ങളൊരു ഡിസിഷൻ എടുക്കുന്നതിൻ്റെ മേളിലാണ് നിങ്ങളുടെ കരിയർ തന്നെ നിൽക്കുന്നത്. ആ ഡിസിഷൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഓപ്പർച്യൂണിറ്റീസ് കണ്ടു തുടങ്ങും. നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന നോക്കിക്കോട്ടെ, നിങ്ങൾക്ക് കരിയറിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്ന കാര്യമായിക്കോട്ടെ, അതേപോലെ തന്നെ ക്യാപിറ്റലിനെ കുറിച്ചും പൈസയെ കുറിച്ചും ഒക്കെ ഉള്ള ഡീപ്പായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് വരുമ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, എവിടെ ഇൻവെസ്റ്റ് ചെയ്യരുത് എന്നുള്ള കറക്റ്റായിട്ടുള്ള ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടാവും. പലപ്പോഴും സ്റ്റോക്കിലൊക്കെ ഉള്ള ഇഷ്യൂസ് എന്ന് പറയുന്ന സമയത്ത് സ്റ്റോക്ക് മേളിലേക്ക് പോകും, താഴേക്ക് പോകും. ഇതിൽ ആളുകൾ പാനിക്കാവും. ഇത് എന്തിനാണ് ചെയ്യുന്നത്, ഇതിന് എന്താണ് ബാധിക്കുന്ന ആക്ച്വൽ റീസൺ ഒന്നും അറിയില്ല. ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു കാര്യം പറയും. ഇപ്പോൾ റീസെൻ്റ്ലി വെനിസുല എന്ന് പറഞ്ഞ രാജ്യത്തിനെ അമേരിക്ക അറ്റാക്ക് ചെയ്യുകയുണ്ടായി. അതിൻ്റെ ബിഹൈൻഡ് ദ റീസൺ എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ, നിങ്ങൾ ഈ പറയുന്ന പോലെ വെനിസുല എന്ന് പറഞ്ഞ കൺട്രി, അവരുടെ ഓയിൽ, ഇന്നിപ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ ഓയിൽ റിസർവ് ഉള്ള കൺട്രിയാണ് വെനിസുല. അവരുടെ ഓയിൽ ട്രേഡ്, റഷ്യ ആയിട്ടായിക്കോട്ടെ, ചൈന ആയിക്കോട്ടെ, അവരുടെ ഓയിൽ ട്രേഡ് നടന്നിരുന്നത് അതാത് കറൻസികളിലാണ്. റൂബിൾ, യുവോൺ അല്ലെങ്കിൽ യൂറോ ഇതിലൊക്കെയാണ് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ എന്ത് പറ്റും, ഡോളറിന്റെ വാല്യൂ കുറഞ്ഞു വരും. അപ്പോൾ അമേരിക്കയ്ക്ക് ഒരിക്കലും ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഡോളറിന്റെ വാല്യൂ എപ്പോൾ കുറയുന്നു, അമേരിക്ക എന്ന് പറഞ്ഞ കൺട്രി തന്നെ ഇല്ലാതാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരത് എത്ര വില കൊടുത്തും പ്രൊട്ടക്ട് ചെയ്യും. ഒരു എന്താ പറയുക, ഒരു ഈവിൾ എന്ന് വിളിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇന്ന് ഡോളർ സ്റ്റാൻഡ് ചെയ്ത് നിൽക്കുന്നത്. കാരണം ഇന്ന് ലോകത്തുണ്ടായിരിക്കുന്ന പല യുദ്ധങ്ങളും ഈ ഡോളറിന്റെ പേരിലാണ്. കാരണം നിങ്ങൾക്ക് സദാം ഹുസൈനെ എടുത്ത് നോക്കിയാൽ, പണ്ട് അദ്ദേഹം വേറെ പല കൺട്രീസുമായിട്ട് യൂറോയിലും ഗോൾഡിലും ബാക്കിയുള്ള രീതിയിലേക്കും ഓയിൽ ട്രേഡ് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ഇറാനെ അമേരിക്ക ആക്രമിച്ചത്. അത് അമേരിക്ക ഇറാനെ മാത്രമല്ല, ലിബിയ, ഇറാൻ, പല യുദ്ധങ്ങൾ നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഹിഡൻ അജണ്ട നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത് മാത്രമല്ല, ഇന്നിപ്പോൾ ഇന്ത്യയുടെ മേലിൽ പോലും താരിഫ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ ഉക്രൈൻ യുദ്ധത്തെ സഹായിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ആക്ച്വൽ റീസൺ, നമ്മൾ റഷ്യയിൽ നിന്ന് ഇന്ത്യൻ രൂപ കൊടുത്ത് ഓയിൽ വാങ്ങുന്നു. അതാണ് അമേരിക്കയുടെ പ്രശ്നം, അല്ലാതെ വേറൊന്നുമല്ല. അപ്പോൾ ഇതേപോലെ ഹിഡൻ ആയിട്ടുള്ള അജണ്ടകളുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിലും ഒരു ന്യൂസ് ചാനൽ കണ്ടുപോലും നമുക്ക് അതിനെക്കുറിച്ചുള്ള ഒരു ക്ലാരിറ്റി ഉണ്ടായില്ല. അപ്പോൾ ബിഹൈൻഡ് ദ സീൻ എന്താണ് ഗവൺമെന്റ് തിങ്ക് ചെയ്യുന്നത്, എന്താണ് ഗവൺമെന്റ് പർച്ചേസ് ചെയ്യുന്നത്, നോർമലായിട്ട് നിങ്ങൾ തിങ്ക് ചെയ്തിരിക്കുക, ഔട്ട് ഓഫ് ദ ബോക്സ് വരിക, നിങ്ങൾ റിസ്ക് എടുക്കുക, പുതിയ കാര്യങ്ങൾ ചെയ്യുക. സോ ബേസിക്കലി നമ്മുടെ ലൈഫിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യത്തിലൊന്നാണ് മണി. അത് മനസ്സിലാക്കിയാൽ തന്നെ ലൈഫിൽ ഒരു 50% പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. സോ ഡോണ്ട് ബി എ ലേസി. നിങ്ങളൊരു 9 to 5 സ്റ്റക്ക് ചെയ്തിരിക്കരുത്. അത് ഒരു വൺ സോഴ്സ് ഓഫ് ഇൻകം മാത്രമാണ്. നിങ്ങൾക്ക് മാക്സിമം ജോലിയെടുത്ത്, ഇന്നിപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ജോലിയെടുത്ത് കഴക്കൂട്ടത്ത് 1 സെന്റ് സ്ഥലം വാങ്ങാൻ പറ്റുമോ? പറ്റില്ല. അതായത് നിങ്ങൾക്ക് അത് അസറ്റിനെ കുറിച്ച് മനസ്സിലാക്കിയാലും ഇൻവെസ്റ്റ് ചെയ്താലേ പറ്റത്തുള്ളൂ. നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി. അതേപോലെ തന്നെ ബിറ്റ് കോയിൻ, ഞാൻ അതിനെക്കുറിച്ച് ചെറിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ബിറ്റ് കോയിൻ എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റിന്റെയും ഒരു അതോറിറ്റിയുടെയും ഡിപ്പെൻഡൻസി ഇല്ലാതെ വർക്ക് ചെയ്യുന്ന ഒരു ഡിജിറ്റൽ കറൻസിയാണ് ബിറ്റ് കോയിൻ. അപ്പോൾ നാളെ ഫോർ എക്സാമ്പിൾ ബാങ്കുകൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യാം. നിങ്ങൾക്ക് നാളെ നിങ്ങളുടെ അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ എടുക്കരുത് എന്നുള്ള രീതിയിലേക്ക് റൂൾസ് ഗവൺമെന്റിന് കൊണ്ടുവരാം. പക്ഷേ ബിറ്റ് കോയിൻ എന്ന് പറഞ്ഞതിൻ്റെ ലിവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഡോളറിന്റെ ഡിപ്പെൻഡൻസി ഒന്നുമില്ല. നിങ്ങൾക്ക് അമേരിക്കയിൽ നിന്നോ റഷ്യയിൽ നിന്നോ UAE നിന്നോ ബിറ്റ് കോയിൻ അക്സെപ്റ്റ് ചെയ്യുന്ന ഏതൊരു കൺട്രിയിൽ നിന്നും നിങ്ങൾക്ക് ബിറ്റ് കോയിൻ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ വാലറ്റ് ത്രൂ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ദാറ്റ്സ് ദ അഡ്വാൻറ്റേജ് ഓഫ് ബിറ്റ് കോയിൻ. സോ അത് പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ചെറിയ പൈസയ്ക്ക് ഒരു ബിറ്റ് കോയിൻ അല്ല, ഇപ്പോൾ 19 ലക്ഷം രൂപയ്ക്ക് മേളിലാണ് ബിറ്റ് കോയിന്റെ വാല്യൂ. ഇത് വെറും $1 താഴെയായിരുന്നു പണ്ടുണ്ടായിരുന്നത്. അപ്പോൾ $1 താഴെയായിരുന്നു പണ്ടുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ ഏകദേശം $80,000 മേളിലാണ് ഇന്ന് ബിറ്റ് കോയിന്റെ വാല്യൂ നിൽക്കുന്നത്. അത് അപ് ടു 1 lakh മേളിൽ വന്നിരുന്നു. ഇനിയും അതിന്റെ വാല്യൂ കൂടുക മാത്രമേ ചെയ്തുള്ളൂ. സോ അണ്ടർസ്റ്റാൻഡ് ദ ടെക്നോളജി, ഫ്യൂച്ചർ എന്താണ്, വേൾഡ് എങ്ങനെയാണ് റൺ ചെയ്യുന്നത്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ കൂടുതലായിട്ട് പഠിക്കുക.
സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇത് എൻ്റെ ലിമിറ്റഡ് ആയിട്ടുള്ള നോളജിൽ നിന്ന് പറഞ്ഞതേ ഉള്ളൂ. സോ വൈ ഐ ടെല്ലിങ് യു ദിസ്, ഞാൻ എൻ്റെ സേവിങ്സ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം സോ ഐ സ്റ്റാർട്ടഡ് ഇൻവെസ്റ്റിംഗ് ഇൻ റിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ ഫാമിംഗ്, ഇങ്ങനെ പറഞ്ഞ സ്റ്റോക്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ദാറ്റ് ഇൻക്രീസ് മൈ പോർട്ട്ഫോളിയോ, എൻ്റെ വെൽത്ത് കൂടാൻ തുടങ്ങി. ദാറ്റ്സ് റിയൽ, ഐ പേഴ്സണലി എക്സ്പീരിയൻസിങ് ദാറ്റ്. അത് നിങ്ങളോടുകൂടി ഷെയർ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. സോ ആർക്കെങ്കിലും ഔട്ട് ഓഫ് ദ ബോക്സ് വന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ റിസ്ക് എടുക്കുക, ചെയ്യുക, ബി യുണീക്ക്. ഇപ്പോൾ ഒരു പെൻഗ്വിൻ്റെ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് വൈറലാകുന്നുണ്ട്. ഒരു ക്രൗഡിൻ്റെ കൂടെ പോകണോ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് നിങ്ങളുടെ ഒരു പാത്ത് വെട്ടി മുന്നോട്ട് പോകണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ദാറ്റ്സ് യുവർ ഡിസിഷൻ. So I hope this video is helpful. Thank you for watching this video.